അടുത്തുള്ള ഒരു ആപ്പിൾ പിക്കിങ്ങിന് പോവുകയാണ് ഞങ്ങൾ. സ്വന്തം ആപ്പിൾ മരത്തിൻ്റെ മുതലാളിയാണ് നിങ്ങളെ. നമ്മളെവിടെ പോവാണ്? കൗണ്ടി ഫാം ആപ്പിൾ പിക്കിങ്ങിന് പോവാണ്. Hello guys, today we are going to the County Line Orchard. ഹരിയാനയിൽ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ആപ്പിൾ പിക്കിങ്ങിന് പോവുകയാണ് ഞങ്ങൾ. നല്ല ആപ്പിൾ പിക്കിങ് ആയിരിക്കും, കുറേ ആപ്പിളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ മെൽവിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മെൽവിൻ ആപ്പിൾ പിക്കിങ്ങിന് പോകുമ്പോൾ ആപ്പിൾ എത്ര തരത്തിലുണ്ട്, എന്തോരം ആപ്പിൾ ഉണ്ടെന്നുള്ള കാര്യം മെൽവിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്ര ആപ്പിൾ പറയുമെന്ന് നമുക്കൊന്ന് നോക്കാം. Read the documents and it said there are 27 apples in this orchard we're going to. Okay guys, so the most popular apple on here is called Honey Crisp. And the apple that I think that has the most interesting taste is called Snow Sweet. It says that the taste is like sweet butter. There's another apple called Melrose, which can grow in mid-October. And it looks like a mango. An apple flavor that I know of and I've been thinking in my mind for my life is called Granny Smith. Last apple that I could say is called Wolf River. It grows in the mid-September. It's light, it's crisp and tart. The best uses for that is cooking. Okay guys, so at the apple farm, there's going to be freshly made donuts and there's going to be a lot of fun rides. Keep in touch. Guys, we're almost here, okay? So we've reached the place. Now we gotta find a parking spot. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആപ്പിൾ പിക്കിംഗ് ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. മുമ്പോട്ട് പോകുന്നു. എടുക്കണം. ആപ്പിൾ മരങ്ങൾ കാണുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ കൂടി ഞങ്ങൾ വീണ്ടും ഊർജ്ജത്തിലായിട്ട് ലൈൻ ഓർച്ചാർഡ് ആപ്പിൾ പിക്കിങ്ങിന് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് അഡ്മിഷൻ്റെ പരിപാടികൾ. എവിടെയാണ് വണ്ടി? അതെ, പാപ്പനോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട്. പുളി വെച്ചത് എന്താന്ന് ചെറിയൊരു തണുപ്പുണ്ടെന്ന് പറയാനുണ്ട്. ഇത് മൊത്തം ആപ്പിൾ മരങ്ങളാണ് ഇവിടെയുള്ള. പുത്രൻ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഇരിപ്പുണ്ട് വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. വന്ന അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ആപ്പിള് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇവിടെ
പരതുകയാണ്. ഇവിടെ വല്ലതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആപ്പിളും കൊണ്ടെങ്കിലും വരുള്ളൂ എന്ന് വാശി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഒരു ആപ്പിൾ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇന്ത്യനെ കിടക്കുന്നത്, നാളെ ആപ്പിൾ പറിച്ചിട്ട് പോകുള്ളൂ പറയണേ. ഇവിടെയൊന്നും ഒരു മരത്തിൽ പോലും ഒരു ആപ്പിൾ പോലും കാണുന്നില്ല. താഴെ പക്ഷെ ഇഷ്ടം പോലെ ആപ്പിൾ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ. നാല് ആപ്പിൾ ഇതേ ഇവിടെ മരത്തിൻ്റെ മുകളിൽ ഇത് കാണാൻ പറ്റണ്ടോന്ന് അറിഞ്ഞൂടാ. 5 ആപ്പിൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് എൻ്റെ പൊന്നേത് ഈ പുള്ളിക്കാരുടെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. അവനോട്ടെ അതെ, പിടിച്ചില്ലെങ്കിൽ മോശമാണ്. ഇന്ന് മൂത്തിട്ടില്ല. കൈ നിറയെ ആപ്പിളുകളുമായിട്ട് ഇവിടെ ലീഡ പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഒന്ന് തിന്ന് എടുത്തിട്ട് വിടുമെന്ന് അവര് പറയണം. സ്വന്തം ആപ്പിൾ മരത്തിന്റെ മുതലാളിയാണ് ഈ നിങ്ങളെ. സ്വന്തം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബാഗ് നിറച്ചും കിട്ടിയിട്ടുണ്ട്. പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിള് ഇവിടുന്ന് മരത്തുനിന്ന് പറിക്കുക. പറിച്ചിട്ട് നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് തിന്നാം. തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീയാണ്. പക്ഷേ ഇത് പുറത്ത് കിടത്തണമെങ്കിൽ പൈസ കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ പേ ചെയ്യാൻ വേണ്ടി സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ പേ ചെയ്ത് അതിനകത്ത് ടെൻറ്റിൽ സംഭവം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിള് കിട്ടിയില്ല, അത് മൂഞ്ചിപ്പോയി. ആകെ ആപ്പിൾ പിക്കിങ്ങിന് വന്നു, പക്ഷെ ആകെ ഒരു 2 ആപ്പിൾ അവിടെ നിന്ന് തിന്നിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറച്ച് ഡോണറ്റൊക്കെ കിട്ടി, അതൊക്കെ ബാഗിനകത്തുണ്ട്. പിന്നെ ഞങ്ങൾ പോന്നു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല, ഇനിയും ഞങ്ങൾ അതെ, ഇനി അടുത്ത കൊല്ലം ഞങ്ങൾ വരുമ്പോൾ ഇനി ഇടാം.